ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ് ഇന്ന് സഭയെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത്. ആദ്യം സാധാരണ ബഹളങ്ങൾ ഉണ്ടാകാറുണ്ട്, വാക്കൗട്ട് ഉണ്ടാകാറുണ്ട്, നിയമസഭ ബഹളത്തെ തുടർന്ന് സ്തംഭിക്കാറുണ്ട്, പിരിയാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് സഭാ കവാടത്തേക്ക് ഇറങ്ങി വരാറുള്ളത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷ നേതാവാണ് മാധ്യമങ്ങളോട് സംസാരിക്കാർ. പക്ഷേ ഇത്തവണ വ്യത്യസ്തമായ കാഴ്ചയാണ് നിയമസഭയിൽ നിന്ന് ഇത്തവണ കണ്ടത്. ആദ്യം ഇറങ്ങി വന്നത് ഭരണപക്ഷത്തു നിന്നുള്ള MLA-മാരാണ്. അതിന് നേതൃത്വം നൽകിയതാകട്ടെ കെ ശൈലജ ടീച്ചറുമാണ്. അപ്പോൾ കെ ശൈലജ ടീച്ചറാണ് ഇന്ന് ഭരണപക്ഷത്തിന് മുഖമായി നാവായി സംസാരിച്ചത്. അത് കഴിഞ്ഞാണ് പ്രതിപക്ഷം ഇറങ്ങി വന്നത്. ഇപ്പോൾ VD സതീശനും സംസാരിച്ചു. ഭരണപക്ഷം ചോദിക്കുന്ന കാര്യം എന്തുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രതിപക്ഷത്തിന്റെ മറുപടി, ഒരു തവണ വിഷയം കൊണ്ടുവന്നപ്പോൾ സബ് ജുഡീസ് ആണെന്ന് പറഞ്ഞ് അത് അനുവദിച്ചിരുന്നില്ല, പിന്നെ എന്തിനു വീണ്ടും കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷം അല്പസമയം മുൻപ് സഭയ്ക്ക് പുറത്ത് കുത്തിയിരുന്ന സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ ആ പാട്ടുപാടി പ്രതിഷേധിക്കുന്ന VD സതീശനും PC വിശ്വനാഥും അങ്ങനെ MLA-മാർ, പ്രതിപക്ഷത്തു നിന്നുള്ള MLA-മാർ ഇരുന്ന് ആ പാട്ട് പാടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും സതീശനും വിശ്വനാഥും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. പ്രതിപക്ഷം പറയുന്ന കാര്യം, ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണം, SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്, കടകംപള്ളി സുരേന്ദ്രനെ എതിരെ എന്തുകൊണ്ടാണ് നടപടി ഇല്ലാത്തത്, തന്ത്രിയിൽ എന്തുകൊണ്ട് ഒതുങ്ങി, എന്തുകൊണ്ട് മന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി പ്രതിപക്ഷം ഇന്ന് കടുപ്പിക്കുന്നുണ്ട്. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഭരണപക്ഷം ഇന്ന് ഇത് തിരിക്കാനാണ് നോക്കുന്നത്. എന്തുകൊണ്ട് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല? മറയ്ക്കാനും ഒളിക്കാനും മറുപടി പറയാനും കഴിവില്ല, അതുകൊണ്ടാണ് അടിയന്തര പ്രമേയവുമായി ഇന്ന് വരാത്തത്. എന്തുകൊണ്ട് അവകാശം വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ ചോദ്യം. എന്താണ് അതിന് പ്രതിപക്ഷത്തിന്റെ മറുപടി? ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭ തുടങ്ങിയ ദിവസം മുതൽ തന്നെ പ്രതിഷേധമാണ്. ഭരണപക്ഷ പ്രതിപക്ഷ പ്രതിഷേധം എന്ന് തന്നെ പറയാം. പ്രതിപക്ഷത്തു നിന്നും പ്രതിഷേധം തുടങ്ങിയെങ്കിൽ പിന്നീട് അതേ സ്വരത്തിലുള്ള തിരിച്ചടിയാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സാധാരണ നിലയിൽ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിവന്ന് മാധ്യമങ്ങളെ കണ്ട് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിപക്ഷമാണ് എങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സഭാ കവാടത്തിലൂടെ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് ഭരണപക്ഷാംഗങ്ങളാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന് ശൈലജ ടീച്ചർ അടക്കമുള്ളവർ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കാണ് പങ്ക് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത്. പോറ്റിയെ കയറ്റിയത് തങ്ങളല്ല, പക്ഷേ പോറ്റിയെ ജയിലിൽ കയറ്റിയത് തങ്ങളാണ് എന്നുള്ളതാണ് ശൈലജ ടീച്ചർ അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഭരണപക്ഷത്തിന്റെ അസാധാരണമായ ഒരു നടപടി ഇന്ന് കണ്ടു. പക്ഷേ മന്ത്രിമാരാരും ഈ പുറത്തേക്ക് ഇറങ്ങി വന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. MLA-മാരാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനും പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ പറയുന്ന ചിത്രം ഇന്നിപ്പോൾ പുറത്തു വന്ന ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം വിശദീകരണം നടത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കടകംപള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്, സഭയ്ക്കകത്ത് ഭരണപക്ഷാംഗങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് സോണിയാഗാന്ധി ഭരണപക്ഷത്ത് നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അരമണിക്കൂർ ഇടവേളയിൽ നമ്മൾ കേട്ടു. സഭയ്ക്കകത്ത് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. പക്ഷേ സഭയ്ക്ക് പുറത്തത് അല്പസമയം മുൻപ് കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് സോണിയാഗാന്ധി കളങ്കെതിരെ സ്വന്തം വീട്ടിൽ കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ്. അപ്പോൾ ഭരണപക്ഷത്തിൽ തന്നെ ആ അഭിപ്രായത്തിൽ എന്ത് പറഞ്ഞാണോ മന്ത്രിമാർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്, അതിൽ സ്വയം വെട്ടിലായ കടകംപള്ളി സോണിയാഗാന്ധിയെ ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമിക്കുന്നതാണ് കാണുന്നത്. കാരണം സോണിയയുടെയും തന്റെയും ഒരു സാഹചര്യം ഒന്നാണ്. അറിഞ്ഞിരുന്നില്ല പോറ്റി ആരാണെന്ന്, ഒരു കൊള്ളക്കാരനാണ്, ഒരു കള്ളനാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സോണിയാഗാന്ധി സ്വന്തം വീട്ടിലേക്ക് പോറ്റിയെ കയറ്റില്ല എന്ന് പറയുന്നത് മറ്റാരുമല്ല, VD സതീശനല്ല, മറിച്ച് കടകംപള്ളി സുരേന്ദ്രനാണ്. ഇടവേള എടുത്ത് തിരിച്ചു വരാം.